ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പ് നാളുകളിൽ ധ്യാനത്തിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിന് ഞാൻ നൽകുന്ന തലക്കെട്ട് സൗഖ്യം ആഘോഷമായി മാറുന്ന ആരാധന. വാക്യം 13. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുക്രിസ്തുവിലൂടെയുള്ള സാധ്യമാകുന്ന സൗഖ്യം ഒരാളെ പരിമിതിയിൽ നിന്ന് പരിധിയില്ലാത്ത ദൈവകൃപയിലേക്കും ശാരീരിക ബലഹീനതയിൽ നിന്ന് ദൈവികമായ ബലത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ സൗഖ്യം ആരാധനയുടെ ആഘോഷമായി മാറുന്നു. ഈ ഭാഗത്തിൽ നിന്ന് 2 ചെറിയ ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായി, നിവർന്നു നിൽക്കുവാൻ പ്രേരണ നൽകുന്ന ആരാധന. കഠിന അധ്വാനത്തിന്റെ ഫലമായി അസ്ഥികൾ വളയുകയും കൂഞ്ഞുകൾ സംഭവിക്കുകയും ചെയ്യാം. ആത്മാഭിമാനം നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെടുന്ന ഇടത്തും ലജ്ജാഭാരം കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ വരാം. എന്നാൽ ആരാധന ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യത്തിൻ്റെ ഇടങ്ങളാകുമ്പോൾ ആ വ്യക്തികൾ നിവർന്നു നിൽക്കും. രണ്ടാമതായി, സ്വപ്നങ്ങൾക്കിടം നൽകുന്ന ആരാധന. സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്ന ലോകത്ത് പ്രതീക്ഷിക്കുവാനും പ്രത്യാശിക്കുവാനും പ്രേരണ നൽകുന്ന ഒത്തുചേരലാണ് ആരാധന. ഈ സ്ത്രീ 18 വർഷമായി രോഗമുള്ളവളായിട്ടും ദേവാലയത്തിലെത്താൻ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്: ദൈവം ഇന്നും അല്ലെങ്കിൽ നാളെ എന്നെ തൊടുന്ന ഒരു നിമിഷമുണ്ട്, അങ്ങനെ എനിക്ക് പറന്നുയരാൻ കഴിയും എന്ന് അവൾ സ്വപ്നം കണ്ടു. യേശുക്രിസ്തുവിലൂടെയുള്ള സാധ്യമാകുന്ന സൗഖ്യം സ്ത്രീയെ സമഗ്രമായ സൗഖ്യത്തിലേക്കും അബ്രഹാമിന്റെ മകൾ എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ആരാധനയുടെ ലഭ്യമായ സൗഖ്യം ഒരു ആഘോഷമായി മാറി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.